ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള പരമ്പരയുമായി തുടർചിന്തകളിൽ 6ാമത്തെ ചിന്തയാണ് ഇന്ന് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത്, ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ഇതിനായിട്ട് ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ചാണ്. ദൈവവചനം എന്നുള്ളത് ദൈവമാണ്, അത് ജീവനുള്ളതാണ്. ആ ഒരു ചിന്തയോടുകൂടി ഇരിക്കാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ദൈവം നമ്മളെ ഏവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിടെ അത്യധികം ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ കൃപയ്ക്കും കരുണയ്ക്കും കരുതലിനും അടിയങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അടിയങ്ങൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് അടിയങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനും അത് അടിയങ്ങൾക്ക് അനുഗ്രഹമാകുവാനും അടിയങ്ങൾ ജീവനേകുവാനും തക്കവണ്ണം സഹായിക്കണം കർത്താവേ. അടിയങ്ങളുടെ പ്രാർത്ഥന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള കേൾക്കുമാറാകണം പൊന്നു തമ്പുരാനെ. ആമേൻ. നമുക്ക് വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് ഇവിടെ പങ്കുവെക്കുന്നത്. നമുക്ക് വിശ്വാസം ഇല്ല എങ്കിൽ നമുക്ക് ഒരു അനുഗ്രഹവും ലഭിക്കില്ല എന്നുള്ളത് വലിയ സത്യമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ വിശ്വാസം ആണ് നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്നുള്ളത് ആണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 2:11 പറയുന്നു, യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കാനാവിൽ വെച്ച് തൻ്റെ അടയാളങ്ങൾ ആരംഭമായിട്ട് യേശു ഇത് ചെയ്തു, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, കർത്താവിന് ചെയ്യാൻ കഴിയുന്ന ഒരു അത്ഭുതം അവിടെ ചെയ്തപ്പോൾ, അവിടെ അവൻ്റെ ശിഷ്യന്മാർ അവന് വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ചിന്തകൾക്ക് അതീതമായി സംഭവിച്ചത് ഇത് എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് അപ്പുറവുമായ അസാധാരണ പ്രവർത്തനങ്ങൾ, നമുക്ക് എങ്ങനെ എന്ന് മനസ്സിലാക്കുന്നതിന് അപ്പുറമായ അസാധാരണ പ്രവർത്തനങ്ങൾ, അവയാണ് അത്ഭുതങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന വിവിധ തലത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേതാകുന്നു കാനാവിലെ കല്യാണ വിരുന്ന്. നമുക്കറിയാം, കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കിയ സംഭവം. ഇവിടെ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു എന്ന് തന്നെ വചനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് സംഭവം ഇങ്ങനെയാണ്. യോഹന്നാൻ 2:3 വീഞ്ഞ് പോരാതെ വരികയിൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ ആചാരപ്രകാരം അവരുടെ വിവാഹ ആഘോഷങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്തൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു സാധനമാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. അത് തികയാതെ വന്നാൽ അതിൽ പലൊരു നാണക്കേട് അവർക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്കറിയാം, നമ്മുടെയൊക്കെ വിവാഹ ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രത്യേക ആഘോഷങ്ങൾക്ക് നമ്മൾ വിരുന്നുകാർക്ക് കൊടുക്കാൻ ഭക്ഷണം തികയാതെ വന്നാൽ നമുക്കുണ്ടാകുന്ന ആ പ്രയാസങ്ങൾ, അപമാനങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്ക്. അത് എത്രമാത്രം വലുതാണ്. വിരുന്നുകാരെ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് അളവറ്റതാണ്, അല്ലേ? അത് അളക്കാൻ കഴിയാത്തതാണ്. ഈ അവസ്ഥ അല്ലാണ് മറിയം വളരെ കൂളായിട്ട് പറയാണ്, യേശുവിനോട് പറയാം, അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ്സിങ് അല്ല. അതിന് കുറേ കാലങ്ങളുടെ സമയമെടുക്കണം, ദിവസങ്ങളുടെ സമയമെടുക്കണം, എങ്കിൽ മാത്രമേ വീഞ്ഞ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ മറിയത്തിൻ്റെ വിശ്വാസമാണ് അവിടെ. കാരണം മറിയത്തിന് അറിയാം യേശുവിന് ഈ അപമാനം നീക്കാൻ കഴിയുമെന്നുള്ളത്, ആ കുടുംബത്തിൻ്റെ അപമാനം നീക്കാൻ കഴിയുമെന്നുള്ളത് മറിയത്തിനറിയാം. കാരണം അവൻ ദൈവപുത്രനാണ് എന്നുള്ളത് മറിയത്തിന് വ്യക്തമായിട്ട് അറിയാം. അവൻ ദൈവമാണ് എന്നുള്ളത് മറിയത്തിന് അറിയാം. അങ്ങനെ വരുമ്പോൾ യേശുവിന് അത് അസാധ്യമായ ഒന്നുമില്ല എന്ന് അവിടെ മറിയം വിശ്വസിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശു അതൊരു വെള്ളത്തെ വീഞ്ഞാക്കിയത് വഴി യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ ഓർക്കണം,
നമ്മുടെ ജീവിതത്തിലും ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരുന്നത് പലപ്പോഴും നമ്മുടെ ദുരിതങ്ങളിലും കുറവുകളിലും ആണ് എന്നുള്ളതാണ്. നമുക്കുണ്ടാകുന്ന പല ദുരിതങ്ങളും പല കുറവുകളും പല പ്രയാസങ്ങളും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. യോഹന്നാൻ 9:1-3 വരെ പറയുന്നു, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കാൻ തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് അവർ ചോദിച്ചു. യേശു അതിന്, ഇവൻ്റെ അമ്മയപ്പന്മാർ ആരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഇവൻ്റെ മേൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ് ഇവന് ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഇവന് കുരുടനായി എന്നത് പറയുന്നത്. ഇവിടെ ദൈവപ്രവൃത്തി നടക്കുക എന്താ പറഞ്ഞാൽ കുരുടൻ്റെ കണ്ണ് തുറക്കുക എന്നുള്ളത് മാത്രമാണ്. അതേ കാഴ്ച ലഭിക്കുക എന്ന് മാത്രമേ അവിടെ ദൈവപ്രവൃത്തി നടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നു അല്ലേ. അപ്പോൾ മനസ്സിലാക്കുക, അവൻ്റെ അമ്മയപ്പന്മാർ, അവൻ്റെ മാതാപിതാക്കന്മാർ എന്തെങ്കിലും പാപം ചെയ്തതുകൊണ്ടോ ഇവൻ പാപം ചെയ്തതുകൊണ്ടോ അല്ല അവൻ്റെ കണ്ണ് കുരുടായിപ്പോയത്. പകരം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചതാണ്, അല്ലെങ്കിൽ ദൈവം അങ്ങനെ അനുവദിച്ചതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നു അവിടെ അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കുന്നത് വഴി അല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമുക്കെല്ലാം ദൈവത്തോട് ഏറ്റുപറയാം. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ദൈവം മുമ്പിൽ താണിരിക്കാം. ദൈവനാമം മഹത്വപ്പെടുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം 11:4 പറയുന്നുണ്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറയുന്നു അല്ലേ. എന്താ സംഭവം? എന്താ? ലാസർ മരണാസന്നനായി കിടക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ നാമം മാത്രം എടുക്കേണ്ട ഒരു വിഷയമായി മാറുന്നു എന്നുള്ളതാണ്. ലാസറിൻ്റെ ദീനം മരണത്തിൻ്റെ വക്കിലാണെങ്കിലും തൻ്റെ നാമമഹത്വത്തിനായി വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ. അവൻ്റെ അമ്മ മറിയം ശുശ്രൂഷക്കാരോട് പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്നാണ്. കുറവ് തീരണമെങ്കിൽ അവൻ കൽപ്പിച്ചിരിക്കുന്നത് അനുസരിക്കണം. അവിടെ വീഞ്ഞ് കുറഞ്ഞപ്പോൾ അവൻ കൽപ്പിച്ച പോലെ അനുസരിച്ചപ്പോൾ അവർക്ക് വീഞ്ഞുണ്ടായി അല്ലേ. അതുപോലെ നമ്മുടെ കുറവുകൾ തീരണമെങ്കിൽ അവൻ കൽപ്പിച്ചിരിക്കുന്നത് അനുസരിക്കണം. നിനക്ക് ഒരു കുറവുണ്ട്, നീ പോയി നിൻ്റെ സമ്പത്ത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം വന്ന് എന്നെ അനുഗമിക്കുക. കർത്താവ് പറയുന്നൊരു വാക്യാണ്. ഒരു യവനക്കാരൻ വന്ന് കർത്താവിനോട് ഞാൻ നിന്നെ പിൻപറ്റട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ഈ ഒരു കുറവുണ്ട്. പക്ഷേ യവനക്കാരൻ എന്താ പറഞ്ഞാൽ, ദുഃഖിച്ച് അങ്ങനെ ചെയ്യുവാൻ മനസ്സില്ലാതെ മടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തിലെ കുറവുകളെ കൂടാതെ ജീവിക്കാൻ അവൻ കുറവുകളോട് കൂടെ തന്നെ, തൻ്റെ ജീവിതത്തിൽ ആ കുറവുകളോട് തന്നെ ജീവിക്കാൻ അവൻ തീരുമാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ മനസ്സിലാക്കി തിരുത്തി മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏത് കുറവിലാണ് നമ്മൾ വീണിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ രണ്ട് വിശ്വാസികളെ കുറിച്ചുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. രണ്ട് വിശ്വാസികൾ വലിയ ദൈവവിശ്വാസികളാണ്, പ്രാർത്ഥിക്കാൻ പോകുന്നവരാണ്, പ്രാർത്ഥന മുടക്കാത്തവരാണ്, അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ. അവർ രണ്ടുപേരും കൂടി, രണ്ട് സ്നേഹിതന്മാരാണ്. ഈ രണ്ട് സ്നേഹിതന്മാരും കൂടി ഒരു യാത്ര പോയി. അവർ കാഴ്ചകളൊക്കെ കണ്ട് ഉല്ലാസത്തോടെ അവരൊരു ഹോട്ടൽ മുറിയെടുത്ത് അവിടെ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുവൻ അവരിനോട് പറഞ്ഞു, ഈ രാത്രി നമ്മൾ ഇവിടെ കഴിയേണ്ടവരല്ല സത്യത്തിൽ. കാരണം ഇന്ന് രാത്രി നമുക്കവിടെ പ്രാർത്ഥനായോഗം ഉണ്ടല്ലോ, ആ പ്രാർത്ഥനായോഗം ഉള്ള ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ അടുത്തയാൾ ഇവരോട് പറയാണ്, ഇന്ന് രാത്രി ഞാൻ വീട്ടിലുണ്ടായിരുന്നു എങ്കിൽ തന്നെയും എനിക്ക്
പ്രാർത്ഥനാ യോഗത്തിന് പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം എൻ്റെ 2 മക്കൾക്ക് പനിയാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടായോ? സുഹൃത്തുക്കളെ, ചിന്തിച്ചു നോക്ക്. ഈ 2 മക്കൾക്കും പനിയാണ് എന്ന് ഉറപ്പാണ് ഇവർക്ക്, ഈ ഇദ്ദേഹത്തിന്. പക്ഷെ അവർക്ക് യാത്ര പോകുന്നതിന് തടസ്സമില്ല. അതേസമയം വീട്ടിലായിരുന്നുവെങ്കിൽ മക്കളുടെ പനിയുടെ പേര് പറഞ്ഞ് ഇവർ ആ പ്രാർത്ഥനാ മീറ്റിങ്ങിന് പോകത്തില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ആകാതെ കുറവുകളെ തിരുത്തി ദൈവം കൽപ്പിച്ചിരിക്കുന്നത് അനുസരിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നാണ് പറയുന്നത്. യെശയ്യായുടെ പുസ്തകം 42:18 പറയുന്നു, അയ്യോ നീ എൻ്റെ കൽപ്പനകളെ കേട്ട് അനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. ചിന്തിച്ചോക്കെ, അയ്യോ നീ എൻ്റെ കൽപ്പനകൾ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെ, നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെ. നദിയിൽ ഒഴുക്ക് എപ്പോഴെങ്കിലും നിൽക്കുന്നുണ്ടോ? നദിയിലെ ഒഴുക്ക് സാമാന്യ രീതിക്ക് നിൽക്കാറില്ല. കടലിലെ തിര എപ്പോഴെങ്കിലും നിൽക്കാറുണ്ടോ? കടലിലെ തിരയും അവസാനിക്കാറില്ല, അല്ലേ? അപ്പോൾ നീതി നദി പോലെയും സമാധാനം നദി പോലെയും നീതി സമുദ്രത്തിലെ തിര പോലെയും നമുക്ക് ലഭിക്കുമെന്നാണ് യേശയ്യായുടെ പുസ്തകത്തിൽ 42:18 പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിട്ട്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ അതൊക്കെ അവിടെ അങ്ങനെ അങ്ങോട്ട് കിടന്നോട്ടെ, അതെല്ലാം വിട്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ച് നോക്കിയാറെ മണവാളിനെ വിളിച്ച് അഭിനന്ദിക്കുന്നു. സാധാരണയ്ക്ക് വീഞ്ഞ് തീർന്നാൽ എന്തെല്ലാം അപമാനങ്ങൾ, അല്ലേ? തീരാത്ത നാണക്കേട് സംഭവിക്കുമായിരുന്നു. എന്നാൽ ആ വിഷയങ്ങളെല്ലാം പരിഹരിച്ച് മഹത്വം വെളിപ്പെടുത്തിയ ഒരു കർത്താവിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും സംഭവിക്കുമ്പോൾ, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥകൾ വരുമ്പോൾ മനസ്സിലാക്കുക, അവയെല്ലാം പരിഹരിച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. യോഹന്നാൻ 11:40 പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. അതേ പ്രിയരെ, വിശ്വസിക്കണം. രുചിയില്ലാത്ത, അർത്ഥമില്ലാത്ത പാപത്തിലും അതിക്രമങ്ങളിലും മുഴുകി ലാസറിന്റെ ശരീരം പോലെ നാറ്റം പിടിച്ചു കിടന്ന നമ്മെ രുചിയുള്ള ജീവിതത്തിന് ഉടമകളാക്കി ദൈവമക്കളാകുവാൻ കൃപയാൽ കർത്താവിന് പ്രസാദം തോന്നി തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ നമ്മുടെ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലേ? നാട്ടം പിടിച്ച് കിടന്ന അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് കർത്താവിൻ്റെ മക്കളാക്കാൻ തക്കവണ്ണം കർത്താവിന് നമ്മളോട് കൃപ തോന്നിയെങ്കിൽ ആ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. നമുക്കറിയാം, വീട് വിട്ട് ദൂരദേശത്ത് പോയിട്ട് എല്ലാ അർത്ഥത്തിലും മോശപ്പെട്ട ജീവിതം നയിച്ച ധൂർത്തപുത്രൻ വന്നപ്പോൾ എന്താ ചെയ്തത്? ആ പിതാവ് അവനെ ആദ്യം ചുംബിച്ചു. സ്നേഹത്തിൻ്റെ ചുംബനമാണ് നൽകിയത്, അല്ലേ? അതിനുശേഷം നല്ല വസ്ത്രവും മോതിരവും ചെരുപ്പും നൽകി ആഘോഷം നടത്തി. ആ സ്നേഹവാനായ പിതാവിനെ പോലെയാണ് നമ്മുടെ ദൈവം. നമ്മെ കൃപയാ രക്ഷിച്ച് ക്രിസ്തുവിനോടുകൂടി സ്വർഗത്തിലിരുത്തി നമ്മുടെ നിത്യമായ നിന്ദകളെ മാറ്റി തൻ്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നതിൻ്റെ വെളിച്ചം ചുറ്റും വിതറി കർത്താവിൻ്റെ മഹത്വം നാമും വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ നമുക്കും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലും വരണം. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലും കാണണം. ക്രിസ്തുവിൻ്റെ ക്ഷമാമനോഭാവം നമുക്കും കാണണം.
ക്രിസ്തുവിൻ്റെ ആർദ്രതയും മനസ്സരിവും കാണണം. ക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ ആരെയും നമുക്ക് വേദനിപ്പിക്കാൻ തോന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയരെ, ക്രിസ്തു നമ്മിലായാൽ ആ മഹത്വം നമ്മളിലും വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ വ്യക്തി ഒരു വിശ്വാസിയാണ് എന്ന് അവിശ്വാസിയായ മറ്റൊരുവൻ പറഞ്ഞാൽ വെളിപ്പെടുന്നത് എന്താ? നമ്മുടെ കർത്താവിൻ്റെ മഹത്വമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. നീ ദൈവത്തിൻ്റെ മകനാണ് എങ്കിൽ നിൻ്റെ പ്രവർത്തികളെ, നിൻ്റെ വാക്കുകളെ, നിൻ്റെ ഇടപെടലുകളെ മറ്റുള്ള ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അവരതിനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ പറയും ഇവനൊരു വിശ്വാസിയാണോ എന്നുള്ളത് അവർ പറയും. അവർ സാക്ഷ്യം പറയും. സാക്ഷ്യം പറയണം. അതായത് ഈ വ്യക്തി ഒരു വിശ്വാസിയാണ് എന്ന് അവിശ്വാസിയായ മറ്റൊരുവൻ പറഞ്ഞാൽ അവിടെ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്, നമ്മുടെ കർത്താവിൻ്റെ മഹത്വമാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ, രോഗങ്ങളിൽ, നിന്ദകളിൽ, അപമാനങ്ങളിൽ എല്ലാം നമ്മെ താങ്ങാൻ, സഹായിക്കാൻ, അതുവഴി തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് സദാ സന്നദ്ധനായി നിൽക്കുന്നു എന്ന് നാം വിശ്വസിക്കണം. കാരണം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. വചനം പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുവൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതേ പ്രിയേ, ഒരാൾക്ക് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരാൾക്കും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം നമുക്കായി ഒരുക്കി വയ്ക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വിശ്വസിക്കണം. തൻ്റെ മഹത്വം മറ്റൊന്നിനും വിട്ടുകൊടുക്കാത്ത, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന മഹത്വാനായ ഒരു ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നമുക്ക് സ്തുതിക്കാം, നമുക്ക് ആ കർത്താവിൻ്റെ പാദത്തിങ്കൽ താണിരിക്കാം. ദൈവമേ, അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സന്നദ്ധിയിൽ കർത്താവെ, അടിയങ്ങൾ ചിന്തിച്ച വചനങ്ങൾ അടിയങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അടിയങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ തക്കവണ്ണം അടിയങ്ങൾ അനുഗ്രഹിക്കണം കർത്താവെ. അങ്ങനെ എപ്പോഴും വിശ്വാസത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം അടിയങ്ങളുടെ മേൽ കരുണ ചൊരിയണം കർത്താവെ. ഓ കൃപയുടെ നാഥ, അടിയങ്ങളുടെ ജീവിതത്തിൽ അടിയങ്ങൾ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുകയും അതുവഴി അങ്ങയുടെ നാമം മഹത്വപ്പെടുകയും ചെയ്യുന്നത്, അങ്ങയുടെ മഹത്വം വെളിപ്പെടുകയും ചെയ്യുന്നത് കാണുവാനുള്ള ഹൃദയവിശാലത അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കാൻ തക്കണം അടിയങ്ങൾ അനുഗ്രഹിക്കണം കർത്താവെ. അങ്ങയുടെ കൃപ എപ്പോഴും അടിയങ്ങളോട് കൂടി ഇരിക്കണം കർത്താവെ. പ്രാർത്ഥന കേട്ടൻ സ്തുതിക്കുന്നു കർത്താവ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഉള്ളതാകെ കേൾക്കുമാറാണ് പൊന്നു തമ്പുരാനെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇവിടെ ചിന്തിച്ച ചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യണം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ദൈവനാമം മാത്രം മഹത്വമെടുക്കട്ടെ. ആമേൻ.